കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നാമജപം, അത് ഒരു മനുഷ്യൻ ഒരു ദിവസം എത്ര സമയം ജപിക്കണം? ഒരാൾ 28 മിനിറ്റിൽ കുറയാതെ ഒരാൾ ഒരു ദിവസം നാമം ജപിച്ചിരിക്കണം. അതായത് ഏകദേശം അരമണിക്കൂർ. അത് രാവിലെ ആയിക്കോട്ടെ, അതിരാവിലെ ആയിക്കോട്ടെ, സന്ധ്യാസമയത്തായിക്കോട്ടെ, എപ്പോഴാണോ ഒരാൾ ഒരു ദിവസം 28 മിനിറ്റിൽ കുറയാതെ നാമം ജപിക്കണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. ആചാര്യന്മാർ പറഞ്ഞു തന്നതനുസരിച്ചിട്ട് നാമജപത്തിൻ്റെ ശക്തി അപാരമാണ്. ഒരാൾ കൃത്യസമയത്ത്, അതായത് എല്ലാ ദിവസവും ഒരാൾ അതിരാവിലെ 5 മണിക്കാണ് നാമം ജപിക്കുന്നത് എങ്കിൽ കഴിവതും എല്ലാ ദിവസവും അതേ സമയത്ത് തന്നെ നാമം ജപിക്കാനായി ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്കതിന് സാധിച്ചില്ലെങ്കിൽ സാരമില്ല, പക്ഷേ ആ ദിവസത്തെ നാമജപം മുടക്കരുത്. പിന്നീട് വീണ്ടും പഴയ സമയത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോയി കൃത്യമായി ഒരാൾ 6 മാസം തുടർച്ചയായി, അതായത് 180 ദിവസം തുടർച്ചയായി കൃത്യമായി എല്ലാ ദിവസവും നാമം ജപിച്ചാൽ അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഒന്നുകിൽ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു നാമം, അത് ഏത് നാമമായിക്കോട്ടെ, നമുക്കിഷ്ടമുള്ള ഒരു നാമം, അത് ഒരു സാധന പോലെ നിത്യവും ജപിക്കുക. അങ്ങനെ ജപിച്ചാൽ വലിയ വലിയ ഫലസിദ്ധികളാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അതിന് ഒരു ഉദാഹരണമായിട്ട് ഒരു കഥ കൂടി ആചാര്യൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് പണ്ട് ഒരു പണ്ഡിറ്റ്ജി, അദ്ദേഹം ഒരു സ്ഥലത്ത് സ്ഥിരമായി പ്രഭാഷണങ്ങൾ ചെയ്യാനായി വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനായി എത്തുന്ന ആളുകൾക്ക് വേണ്ടി ധാരാളം ഭഗവാന്റെ കഥകളും നാമങ്ങളുമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവരെ കൊണ്ട് നാമം ചെല്ലിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഭക്തിപൂർണമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുമായിരുന്നു. നിത്യവും ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനായി വരുമായിരുന്നു. കാരണം അദ്ദേഹം വലിയ കേമനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് രാമനാമം ജപിക്കൂ, ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടൂ. ഈ ഒരു കാര്യം അദ്ദേഹം തൻ്റെ പ്രഭാഷണങ്ങൾക്ക് ഒടുവിൽ സ്ഥിരമായി പറയാറുണ്ടായിരുന്നു. ഈ പണ്ഡിറ്റ്ജിയുടെ ഇപ്രകാരമുള്ള വാക്കുകളെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഒരു കൂട്ടിനകത്ത് ഒരു തത്ത കിടക്കുന്നുണ്ടായിരുന്നു. പണ്ഡിറ്റ്ജി പറയുന്നതനുസരിച്ചിട്ട് ഈ തത്ത സ്ഥിരമായി രാമനാമം ജപിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും സ്ഥിരമായി നാമം ജപിച്ചിട്ടും തത്ത ആ കൂടാകുന്ന ബന്ധനത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വന്നില്ല. ആ സമയത്ത് തത്ത വിചാരിച്ചു, ഈ പണ്ഡിറ്റ്ജി പറയുന്നത് കള്ളമാണ്, ഇതെല്ലാവരോടും പറയണം എന്ന് തീരുമാനിച്ചിട്ട് പിറ്റേ ദിവസം പണ്ഡിറ്റ്ജി എല്ലാ ദിവസവും വരുന്നത് പോലെ വന്നു, കഥകളൊക്കെ പറഞ്ഞു, ആളുകളെ കൊണ്ട് നാമമൊക്കെ ചൊല്ലിച്ചു. പിരിയാൻ നേരത്ത് പണ്ഡിറ്റ്ജി സ്ഥിരം പറയുന്നത് പോലെ രാമനാമം ജപിക്കൂ, ബന്ധനത്തിൽ നിന്ന് മുക്തി നേടൂ എന്ന് പറഞ്ഞു. അത് കേട്ടതും ഈ തത്ത പറയുകയാണ്, പണ്ഡിറ്റ്ജി കള്ളമാണ് പറയുന്നത്, രാമനാമം ജപിച്ചാലൊന്നും ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുകയില്ല എന്ന് ഈ തത്ത മുറുക്ക വിളിച്ചു പറയുന്നു.
പണ്ഡിറ്റ്ജി ഇത് കേട്ടു. പക്ഷെ അവിടെ കൂടിയിരുന്ന മറ്റുള്ള ആളുകളൊന്നും തന്നെ ഈ കാര്യം അത്ര ശ്രദ്ധിച്ചില്ല. പണ്ഡിറ്റ്ജി വിചാരിച്ചു, ഈ തത്ത എന്നെ അപമാനിക്കുകയാണ്, എന്തായാലും ചോദിച്ചേ മതിയാകൂ എന്ന് തീരുമാനിച്ചിട്ട് ആളുകളെല്ലാം പിരിയുന്ന സമയം വരെ ഈ പണ്ഡിറ്റ്ജി കാത്തിരിക്കുകയും എല്ലാവരും പോയതിനു ശേഷം തത്തയുടെ അടുത്ത് ചെന്നിട്ട്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? ഞാൻ എന്തു കള്ളമാണ് പറഞ്ഞത്? രാമനാമം ജപിക്കൂ, ബന്ധനത്തിൽ നിന്ന് മുക്തി നേടൂ എന്ന് പറഞ്ഞതിൽ എന്തു തെറ്റാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഈ തത്ത പറയുകയാണ്, എത്രയോ വർഷമായി അങ്ങ് പറയുന്നതും കേട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു. അങ്ങ് പറഞ്ഞതനുസരിച്ചിട്ട് എത്രയോ കാലമായി ഞാൻ രാമനാമം ജപിക്കുന്നു. പക്ഷേ ഇതുവരെ ഈ കൂട്ടിൽ നിന്നൊരു മോചനം എനിക്ക് ലഭിച്ചില്ല എന്ന് ഈ തത്ത പണ്ഡിറ്റ്ജിയോട് പറയുന്നു. പണ്ഡിറ്റ്ജി തത്തയ്ക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നു. അതിനുശേഷം പണ്ഡിറ്റ്ജി തിരിച്ച് തൻ്റെ വാസസ്ഥലത്തേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥയുടെ മകൾ ആ തത്തയ്ക്ക് ആഹാരം കൊടുക്കാനായി വരുന്നു. ആഹാരം കൊടുക്കാനായി വന്ന ആ കുട്ടി കാണുന്നത് ഈ തത്ത മരിച്ചു കിടക്കുന്നതാണ്. കുട്ടി ആ കൂട് തുറന്നു, തത്തയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നോക്കി, വിളിച്ചു നോക്കി, ഒരനക്കവുമില്ല, തത്ത മരിച്ചു കിടക്കുന്നു. കുട്ടി പേടിച്ചു, വിഷമിച്ചു. കുട്ടി കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി. അവിടെ ചെന്ന് അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മയെ വിളിച്ചുകൊണ്ട് ആ കുട്ടി ഈ തത്തക്കൂടിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ആ കൂട്ടിനകത്ത് തത്ത ഉണ്ടായിരുന്നില്ല. തത്തയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായതുമില്ല. അന്ന് വൈകുന്നേരം പതിവ് പോലെ പണ്ഡിറ്റ്ജി അവിടെ എത്തുന്നു. ആളുകൾക്കെല്ലാം കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവരെ കൊണ്ട് നാമമൊക്കെ ജപിപ്പിക്കുന്നു. പിരിയാൻ നേരത്ത് പതിവ് പോലെ രാമനാമം ജപിക്കൂ, ബന്ധനത്തിൽ നിന്ന് മുക്തി നേടൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് കേട്ടതും എവിടെ നിന്നോ ആ തത്ത പറന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, പണ്ഡിറ്റ്ജി പറയുന്നത് കള്ളമാണ്, രാമനാമം ജപിച്ചാലൊന്നും ബന്ധനത്തിൽ നിന്നും മുക്തി ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. പണ്ഡിറ്റ്ജിക്ക് വളരെ ദേഷ്യമായി. പണ്ഡിറ്റ്ജി വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നീ വീണ്ടും ഇങ്ങനെ പറയുന്നത്? രാമനാമം ജപിച്ചാൽ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടുകയില്ല എന്ന് നീ വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണ്? നീ സ്വതന്ത്രനായില്ലേ? ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ തന്നില്ലേ? ആ ഉപദേശത്തിനനുസരിച്ച് നീ പ്രവർത്തിച്ചത് കൊണ്ട് നിനക്ക് ആ ബന്ധനത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിച്ചില്ലേ? ഇങ്ങനെയൊക്കെ ഈ പണ്ഡിറ്റ്ജി ഈ തത്തയോട് ചോദിച്ചു. അപ്പോൾ തത്ത പറയുകയാണ്, ശരിയാണ് അങ്ങ് പറഞ്ഞത്. അങ്ങയുടെ ഉപദേശം അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചത്. അതല്ലാതെ രാമനാമം ജപിച്ചത് കൊണ്ടല്ല. ശരിയായ ഗുരുവിനെ ഞാൻ കണ്ടെത്തി. ആ ഗുരുവിന്റെ ഉപദേശം ഞാൻ സ്വീകരിച്ചത് കൊണ്ടാണ് എനിക്ക് അതിന് സാധിച്ചത് എന്ന് ഈ തത്ത പറയുന്നു. അത് കേട്ടതും അതിബുദ്ധിമാനായ ആ പണ്ഡിറ്റ്ജി പറയുകയാണ്, നിനക്ക് എങ്ങനെയാണ് ഈ ഗുരുവിനെ ലഭിച്ചത്? ആരാണ് നിനക്ക് ഈ ഗുരുവിനെ തന്നത്? ശരിയായ ഒരു ഗുരുവിനെ നിനക്ക് എങ്ങനെ ലഭിച്ചു എന്ന് നീ അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ലഭിക്കുവാൻ കാരണം നീ നിരന്തരം രാമനാമം ജപിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് എന്നെ നിനക്ക് ഗുരുവായി ലഭിച്ചതും എൻ്റെ ഉപദേശം അനുസരിച്ച് നിനക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചതും. അതുകൊണ്ടാണ് നീ ബന്ധനത്തിൽ നിന്ന് മോചനം നേടിയത്. ഇങ്ങനെ ഈ പണ്ഡിറ്റ്ജി ഈ തത്തയോട് പറയുന്നു. തത്തയ്ക്ക് അത് ബോധ്യപ്പെടുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്ഥിരമായി നാമം ജപിച്ചാൽ, നാമം ജപിക്കുന്ന ആളുകൾക്ക് ശരിയായ വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിട്ടും. ശരിയായ ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകുമ്പോഴാണ്. ഒരു കുട്ടി ഒരു കോഴ്സ് പഠിക്കാനായി തിരഞ്ഞെടുക്കുന്നു. അത് ആ കുട്ടിക്ക് ചേരുന്നതാണോ അല്ലയോ എന്ന്
പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും. പലപ്പോഴും നമുക്ക് സാധിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ചേരാത്ത ഒരു വിഷയമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവിടെ വെച്ച് ആ കുട്ടിയുടെ ഭാവി നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് വിവാഹ കാര്യത്തിലും. ഒരു വീട് വെക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, ജോലി, സുഹൃത്തുക്കൾ, ഇവിടെയൊക്കെ നമ്മുടെ തിരഞ്ഞെടുപ്പിന് പ്രശ്നമുണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് സർവേശ്വരനാണ്. അതായത് ശരിയായി തിരഞ്ഞെടുക്കുവാനും ശരിയായി ചിന്തിക്കുവാനും നമുക്ക് മാർഗനിർദ്ദേശം നൽകുവാനും സർവേശ്വരന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും വേണം. ശരിയായ ഒരു ഉപദേശി, ഒരു ഗുരു, അത് നമുക്ക് എപ്പോഴും വേണം. അതിനു വേണ്ടിയിട്ടാണ്, ശരിയായ മാർഗം നമ്മുടെ മുമ്പിലേക്ക് തെളിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് നിത്യവും സ്നേഹത്തോടു കൂടിയും ഭക്തിയോടു കൂടിയും ക്ഷമയോടു കൂടിയും ഇരുന്ന് നാമം ജപിക്കുവാൻ പറയുന്നത്. ഈ നാമജപം നമുക്ക് നേർവഴി കാണിച്ചു തരും എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കഥ. ആചാര്യൻ നമുക്ക് ഈ കഥ പറഞ്ഞു തന്നിട്ട് നാമജപത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞു തന്നത്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 28 മിനിറ്റ്, അതായത് 30 മിനിറ്റ് ആണ് അരമണിക്കൂർ. അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് നാമം ജപിക്കണം. സ്ഥിരമായി ഏതു സമയത്താണോ നമ്മൾ നാമം ജപിക്കുന്നത് ആ സമയത്തു തന്നെ ജപിക്കാനായി ശീലിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.